ചെറുക്കനെ കൊണ്ടുപോയി കുഴി ചാടിക്കാന്ന് ഞാൻ നിരപരാധിയാണ്. എന്റെ ചെറുക്കനെ പറയാ പെണ്ണ് അയ്യോ കാര്യം പറഞ്ഞിട്ട് അടിക്കണം. അയ്യോ എന്താണെന്ന് അറിയണ്ടേ? അയ്യോ ഞാൻ ബ്രോക്കർ പണി നിർത്തി. ഞാൻ ബ്രോക്കർ പണിക്ക് പോകൂല. അയ്യോ എന്നെ തല്ലരുത് തല്ലരുത്. ആഹാ ഏട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ആ സുമംഗലി ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നു അത്. ഏട്ടൻ കണ്ടോ? നീ ഊണെടുത്ത് വെച്ചോ? ഇന്നലെ കൂടി ഞാൻ അത് എടുത്ത് നോക്കിയതാ. അമ്മ ഉറങ്ങിയോ? ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഇന്ന് തന്നൂടെ? സാരമില്ല, എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന്. ഇത് മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഞാൻ ഈ പറയണമെന്ന് ഏട്ടൻ കരുതിയിരിക്കണേ. എനിക്കറിഞ്ഞൂടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള്. പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം കെട്ടി നിന്നു കൊടുക്കുന്നു. സത്യത്തിൽ ചെറുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് ചിരിയാ. നടക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ. എന്നെ പോലൊരു വൃത്തികെട്ടവൻ ലോകത്തുണ്ടാവില്ല. സ്വന്തം പെങ്ങളുടെ കല്യാണം ആൾമാറാട്ടം നടത്തിയും ആളെ വിട്ടും മുടക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. നിന്നെ നല്ലൊരിടത്തേക്ക് പറഞ്ഞു വിടണം. ഏട്ടൻ വിഷമിക്കണ്ട, ഏട്ടനൊരു നല്ല കാലം വരും. അന്ന് മതി എനിക്ക് കല്യാണം. നീയും അമ്മയെ പോലെ എന്റെ ജാതകത്തിലെ രാജയോഗം കാത്തിരിക്കുക. അതെല്ലാം ചുമ്മാ ഓരോ വിശ്വാസങ്ങളാ. ഒന്നുമല്ല, പഞ്ചമഹാപുരുഷയോഗം കാണുന്ന ജാതകം അച്ചട്ടാ. കണ്ടോ, ഏട്ടൻ എന്നെ പൊന്നുകൊണ്ട് മൂടി കെട്ടിച്ചയക്കും. എനിക്ക് ഉറപ്പാ. കെട്ടിച്ചയച്ചവരുടെ കാര്യത്തിലും ഞാനൊരു ചതിയന. അളിയന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും ഞാനിതുവരെ കൊടുത്തിട്ടില്ല. ഓരോ ദിവസവും സന്ധ്യ മയങ്ങുമ്പോൾ ആശ്വാസമാ. വീടിന്റെ ജപ്തി നോട്ടീസുമായി ആമീൻ ഇവിടെ വരാത്ത ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്നോർത്ത്. തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത്. മോനെ അശോക, നിന്റെ ചേട്ടൻ പോയടാ. അയ്യോ മോനെ, നിന്റെ ചേട്ടൻ ഒരു പോകായടാ. എന്തു പറ്റിയേട്ടാ? ചേട്ടനെ കൊല ചെയ്തടാ. ഞാൻ ജീവച്ചവമായടാ. കൈ ഒടിഞ്ഞോ? ചേട്ടൻ കരയാതെ, നമുക്ക് ഇതിനെ പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. മാറി നിൽക്കണോ ചൂര്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്നപ്പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്? അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ടേ ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. ഉര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കും. അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരാ ഈ കല്യാണം കലക്കിയത്. അളിയൻ്റെ കൂടെ ഞാനുണ്ട്. പറയളയാ, ഇങ്ങോട്ട് മാറി നിൽക്കണം. കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. താൻ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടങ്ങിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. രണ്ടാള് മാത്രമാക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് പുറത്താക്കാൻ? വേണോ അളിയാ? വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നിന്നെ എന്റെ കൈ കിട്ടും. കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇതിലൊന്നും വരളുന്നവനല്ല എല്ലാലിച്ചും പെരുവഴി. അതെ, നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഓവറായേനെ. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. ഓ, ഞാനൊരു ഉപമ പറഞ്ഞാണ് എന്റെ ഭാമേ. അതെങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
ഇവിടെ കിടക്കുന്നത് കൊണ്ടാ 3-4 നേരം വെട്ടി വിഴുങ്ങുന്നത്, അതോർത്തോ. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്നാ എനിക്ക് ഇപ്പൊ സംശയം. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി മേലും കീഴും നോക്കണ്ട, അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ച് ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ ലാലിച്ചം കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ, മസിൽ കൂടി വരുന്നു. മതി മതി, ശക്തി നോക്കല്ലേ. മനസ്സിലായിട്ടുണ്ട്. ഓതിരം കടകൻ, ഊഴിക്കടകൻ, ആ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ? നീ ഇതിലൂടെ വിടരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. എന്താ ഇവിടെ? ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തീരെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചതാ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ, പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടേട്ടാ, പോലീസ് 1-2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് അശോക നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. നിക്ക്. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെ തല ഞാൻ കൊയ്യും. ഭാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കട്ടെ. എന്റെ പെട്ടി തുറക്കരുത്. ആഹാ, സുമ, എന്റെ പെട്ടി തുറക്കരുതെന്നാ പറഞ്ഞത്. അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ ദേ, പെട്ടി തൊട്ട് കളിക്കരുതെന്നാ പറഞ്ഞത് കേട്ടില്ലേ? കാണിച്ചുതരാം. ആ, എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. അയ്യോ, ആ. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ നോക്കുന്നു. സുമി, തൊണ്ടി എവിടെ? ചേട്ടാ, എന്റെ മാല തൊണ്ടി കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടി എടുത്താ തെണ്ടി ആര്? അയ്യോ, നിങ്ങൾ അവനെ വെട്ടിയോ? ഇല്ല. സുമേ, ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും ബോംബ് കൊടുത്താ പോരെ? അതുപോരാ, ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ
ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി, നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞ്? അത് മുക്കുപണ്ടാണ് ചേട്ടാ.